ശിവഗിരി മെഡിക്കൽ മിഷൻ ഹോസ്പിറ്റലിൽ ഓക്സിജൻ ജനറേറ്റർ പ്ലാന്റ് ഉദ്ഘാടനം ചെയ്തു. അന്തരീക്ഷത്തിൽ നിന്ന് ഓക്സിജൻ സ്വീകരിച്ച് അത് മെഡിക്കൽ ഓക്സിജൻ രൂപത്തിലാക്കി വിതരണം ചെയ്യുന്ന PSA ഓക്സിജൻ പ്ലാന്റ് ശിവഗിരി ശ്രീനാരായണ മെഡിക്കൽ മിഷൻ ആശുപത്രിയിൽ പ്രവർത്തനം തുടങ്ങി. ആശുപത്രി വികസനത്തിന്റെ ഒരു നിർണായക നാഴികക്കല്ലാണ് പുതിയ ഓക്സിജൻ പ്ലാന്റ് എന്ന് യോഗം ഉദ്ഘാടനം ചെയ്ത അഡ്വക്കേറ്റ് വി ജോയ് MLA അഭിപ്രായപ്പെട്ടു. ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ഫെഡറൽ ബാങ്ക് ധാരാളം നമ്മുടെ നാട്ടിൽ ചെയ്യുന്നുണ്ട്. ഇതും ഒരു ജീവകാരുണ്യ പ്രവർത്തനമാണ്. അപ്പോൾ ഓക്സിജനെ സംബന്ധിച്ചിടത്തോളം നമുക്കെല്ലാവർക്കും അറിയാം, നമ്മുടെ ശരീരത്തിൽ ബ്ലഡിൽ ഓക്സിജൻ്റെ കുറവ് വന്നാൽ വരാൻ പോകുന്ന ബുദ്ധിമുട്ടുകൾ നമുക്കറിയാം. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ഒരു പ്ലാന്റ് സ്വന്തമായി ഇപ്പോൾ മറ്റേ സിലിണ്ടറാണ് നമ്മളിവിടെ കൊണ്ടുവന്ന് വെക്കുന്നത്. പ്രത്യേക സാഹചര്യങ്ങൾ ഡോക്ടർ സൂചിപ്പിച്ചതുപോലെ കോവിഡിൻ്റെയൊക്കെ സാഹചര്യങ്ങൾ വന്നപ്പോൾ ഓക്സിജൻ ലഭ്യമല്ലാത്ത ചില സന്ദർഭങ്ങൾ വരെ വന്നു പോയിട്ടുണ്ട്. പക്ഷെ നമ്മുടെ ആശുപത്രിക്ക് ആ ഒരു ബുദ്ധിമുട്ട് വന്നിരുന്നില്ല എന്ന് ഡോക്ടർ ഇവിടെ അസന്നിഗ്ധമായി പറയുകയുണ്ടായി. അപ്പോൾ ഒരു പ്ലാന്റ് സ്വന്തമായിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലും ബുദ്ധിമുട്ടില്ലാതെ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. എന്തായിരുന്നാലും നമ്മുടെ ആശുപത്രിയുടെ വളർച്ച വളരെ ഫലവത്തായി ഭംഗിയായി നടത്താൻ കഴിയട്ടെ എന്ന് ആശിക്കുകയാണ്. ഞാൻ ദീർഘമായി സംസാരിക്കുന്നില്ല. എല്ലാവർക്കും ഈ അവസരത്തിൽ പ്രത്യേകം ആശംസകൾ നേർന്നുകൊണ്ട് ഈ സംരംഭത്തിന് എല്ലാവിധ ഭാവുകങ്ങളും നേർന്ന് എല്ലാവർക്കും നന്മകൾ വരട്ടെ എന്ന് ആശിച്ചുകൊണ്ട് ഞാൻ എൻ്റെ പ്രഭാഷണം അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ശ്രീനാരായണ ധർമ്മസംഘം ട്രസ്റ്റ് ജനറൽ സെക്രട്ടറി ശുംഭാകാനന്ദ സ്വാമികൾ അധ്യക്ഷത വഹിച്ച ഉദ്ഘാടന ചടങ്ങിൽ ഫെഡറൽ ബാങ്ക് ഡോണൽ ഹെഡ് രഞ്ജി അലക്സ് പുതിയ പ്ലാന്റിന്റെ സ്വിച്ച് ഓൺ കർമ്മം നിർവഹിച്ചു. ഫെഡറൽ ബാങ്കിന്റെ സാമൂഹിക പ്രവർത്തനങ്ങൾക്ക് ഉദാഹരണമാണ് ആശുപത്രിയിൽ സ്ഥാപിച്ച പ്ലാന്റ് എന്ന് അദ്ദേഹം പറഞ്ഞു. നാരായണ ധർമ്മ പരിപാലനത്തിന്റെ ഏറ്റവും നല്ല ദൃഷ്ടാന്തങ്ങളാണ് വിദ്യാഭ്യാസ രംഗത്തും ആതുര രംഗത്തും നമ്മുടെ ആശ്രമം ചെയ്യുന്ന വളരെ ഉദാത്തമായ പ്രവർത്തനങ്ങൾ. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബാങ്ക് അതിൻ്റെ പരിമിതമായ ഫണ്ട് വിനിയോഗിക്കുമ്പോൾ ഇതിനകത്ത് ആരാണോ കൂടുതൽ താല്പര്യമെടുക്കുന്നത്, ആരാണിത് നന്നായിട്ട് ചെയ്യാൻ സാധിക്കുന്നത്, അല്ലെങ്കിൽ അതിനുവേണ്ടി മുന്നിട്ടിറങ്ങി വരുന്നത്, അവർക്കായിരുന്നു എർലി ബേർഡ് ക്യാച്ചസ് ദി പ്രേ എന്നൊക്കെ പറയുന്ന പോലെ നമുക്ക് ആരാണ് മുന്നിൽ നിന്ന് ഇതിന് താല്പര്യമെടുക്കുന്നത് വെച്ചാൽ അങ്ങോട്ടായിരിക്കും ഇത് ആദ്യം പ്രയോജനപ്പെടുന്നത്. അക്കാര്യത്തിൽ ഈ പറഞ്ഞ പോലെ ഈ വർക്കലയിൽ നമുക്ക് ശിവഗിരി ആശ്രമത്തിൻ്റെ നേതൃത്വത്തിൽ ഇതേപോലെ ഒരു പ്രൊജക്റ്റ് മുന്നോട്ട് വയ്ക്കുകയും അത് ബാങ്കിൻ്റെ മുന്നിൽ നമുക്ക് തൃപ്തികരമായ രൂപത്തിൽ പ്രസൻറ്റ് ചെയ്യാൻ സാധിക്കുകയും നമുക്ക് സാങ്ഷൻ ചെയ്ത് വാങ്ങിക്കാനും ഇവിടെ ഇംപ്ലിമെൻ്റ് ചെയ്യാൻ സാധിച്ചത് ഈ ആശ്രമാധിപതികളുടെ ഒരു വിഷൻ്റെ അല്ലെങ്കിൽ അവരുടെ പ്രൊആക്റ്റീവ്നെസ്സിൻ്റെ വലിയൊരു ദൃഷ്ടാന്തമാണ്. ഞാൻ അവരെ ഇക്കാര്യത്തിൽ അഭിനന്ദിക്കുകയാണ്. യോഗത്തിൽ നഗരസഭാ ചെയർമാൻ KM ലാജി, ഡോക്ടർ P ചന്ദ്രമോഹൻ, ഡോക്ടർ TT പ്രഭാകരൻ, ഡോക്ടർ SK നിഷാദ്, ഡോക്ടർ K ജോഷി, ഡോക്ടർ കൃപ, നഴ്സിംഗ് സൂപ്രണ്ട് B ബീന, കൌൺസിലർ ഷീന ഗോവിന്ദ് എന്നിവർ ആശംസാ പ്രസംഗം നടത്തി. ഫെഡറൽ ബാങ്ക് ഡോണൽ ഹെഡ് രഞ്ജി അലക്സ്, വർക്കല ബ്രാഞ്ച് ഹെഡ് രേവതി VR, ആറ്റിങ്ങൽ റീജിയണൽ ഹെഡ് രശ്മി ഓമനക്കുട്ടൻ, എയറോക്സ് കമ്പനി സർവീസ് മാനേജർ കേശവമൂർത്തി എന്നിവരെ ആദരിച്ചു. ആശുപത്രി സെക്രട്ടറി ഋതംബനാനന്ദ സ്വാമികൾ സ്വാഗതവും ആശുപത്രി അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ S ഷാജി നന്ദിയും പറഞ്ഞു. വിസ്മയ ന്യൂസ്, വർക്കല.